ദിവ്യകാരുണ്യ ഈശോയില് സ്നേഹം നിറഞ്ഞവരെ, ഇതവേ രക്ഷയുടെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ കണ്ടത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഗിയോൻ അനുഭവങ്ങളെ പറ്റിയാണ്. വിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങളെ പറ്റി. വിശുദ്ധ കുർബാന കാണുന്ന വ്യക്തിയാകാതെ അനുഭവിക്കുന്ന വ്യക്തിയാകാനാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത്. നിങ്ങളുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾ അയക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, വിശുദ്ധ കുർബാന അർപ്പണങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കുകയുണ്ടായി. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചുകൊണ്ട് നമുക്കും ഈ രക്ഷയുടെ വഴിയിലൂടെ യാത്ര ചെയ്ത് നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാം. ഈ ആഴ്ചയിൽ നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഗെസ്തമേൻ അനുഭവങ്ങളാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ എഴുതിയ വാക്ക് ശരീരമാകുമ്പോൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം വായിക്കുവാനായിട്ട് ഇടയായി. സ്നേഹമുള്ളവരെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗെസ്തമേൻ അനുഭവം എന്ന് പറയുന്നത് വാക്ക് ശരീരമാകുന്ന ഒരു സന്ദർഭമല്ലേ. അതായത് ഈശോ പറഞ്ഞത് മുഴുവൻ, ജീവിതകാലത്ത് ശിക്ഷഗണത്തെ പഠിപ്പിച്ചത് മുഴുവൻ, ആ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചത് മുഴുവൻ, വാക്കിലൂടെ പഠിപ്പിച്ചത് മുഴുവൻ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. തീവ്രവേദനയാൽ പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറിയെന്നാണ് ലൂക്കാസ് വിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നത്. സ്നേഹമുള്ളവരെ, മറ്റെല്ലാവരെക്കാളും വ്യത്യസ്തമായിട്ട് ലൂക്കാസ് വിശേഷകൻ തൻ്റെ ശരീരത്തിലെ വേർപ്പ് തുള്ളികളെ രക്തത്തുള്ളികളായിട്ട് മാറിയെന്ന് യേശുവിനെ പറ്റി പറഞ്ഞു വയ്ക്കുമ്പോൾ അതിന് പിന്നിലെ കാരണം കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലൂക്കാസ് വിശേഷവും അപ്പസ്തോല പ്രവർത്തനങ്ങളും എഴുതിയത് ലൂക്ക എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥകർത്താവാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൂക്കയെ പറ്റിയുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അയാൾ ഒരു വൈദ്യനാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, രോഗത്തെ പറ്റിയും ഒരു വിശദമായ വിവരണങ്ങളൊക്കെ പലയിടത്തും ലൂക്കാ സുവിശേഷത്തിൽ മാത്രം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നതാണ്. സ്നേഹമുള്ളവരെ, ഈശോ ശരീരത്തിൽ വഹിച്ച വേദനയുടെ തീവ്രത എത്രമാത്രമുണ്ടെന്ന് ഒരു വൈദ്യന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് തീവ്രവേദനയാൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറിയെന്ന് ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്നേഹമുള്ളവരെ, തമ്പുരാൻ്റെ പ്രാർത്ഥനയുടെ തീവ്രത അത് നമ്മളുടെ ഈ നോമ്പ് കാലത്തെ കൂടുതൽ നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും. അതായത് പ്രതിസന്ധികളുടെ മുൻപിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒറ്റപ്പെടലിൻ്റെ വേദന മുൻപിൽ നിൽക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. പിതാവ് പോലും മൗനം ഭജിച്ചിരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ബൈബിൾ പണ്ഡിതന്മാരൊക്കെ ഇതിനെ ഒരു അഗ്രസീവ് സൈലൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നാളെ വഹിക്കാനിരിക്കുന്ന കുരിശിൻ്റെ ഭാരം ഇന്നേ ആ തോളിലുണ്ട്. നാളെ തൻ്റെ ശിരസിൽ അണിയാൻ പോകുന്ന മുൾമുടിയുടെ വേദന ചിലപ്പോൾ യേശുവിനെ വലട്ടുന്നു കാണും. പക്ഷേ പ്രതിസന്ധികളുടെ മുൻപിലും തകർന്നു പോവുകയല്ല, തീവ്ര പ്രാർത്ഥനയാൽ മുഴുകി നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതാണ് തമ്പുരാൻ നമുക്ക് നൽകുന്ന മാതൃക. ഈശോ നമുക്ക് നൽകുന്ന മാതൃക ഇതാണ്. അതായത് വീണു പോകുന്ന ഇടങ്ങളിൽ പോലും, ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ പോലും ദൈവവുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. എല്ലാ പ്രഭാതങ്ങളിലും വിജന പ്രദേശങ്ങളിലേക്ക് മാറി തമ്പുരാൻ പ്രാർത്ഥിച്ചെന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അവസാന ദിവസവും തമ്പുരാൻ മുടക്കുന്നില്ല. വേദനയുടെ ആ രാവിലും തമ്പുരാൻ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യ സമൂഹം മൊത്തം നിദ്രയിൽ ആണ്ടുപോയ നിമിഷത്തിൽ പോലും അവർക്ക് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടി തന്നെയും നാളെ താൻ വഹിക്കാനിരിക്കുന്ന സഹനങ്ങളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഈശോ പകർന്നു തരുന്ന ഏറ്റവും വലിയ ഗെസ്തമേൻ അനുഭവം എന്ന് പറയുന്നത് വാക്കിനെ ശരീരമാക്കി മാറ്റുക. ഇതിൻ്റെ ശരീരമാണ്, ഇതിൻ്റെ രക്തമാണെന്ന് ഈശോ പറഞ്ഞു വെക്കുക മാത്രമല്ല ചെയ്യുന്നത്. സഗിയോൻ ശാലയിൽ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു തുടക്കമെന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഗെസ്തമേനിനെ കാണുവാനായിട്ട്. കാരണം അവിടെ തൻ്റെ വേർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറുകയാണ്. ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. വിശുദ്ധ കുർബാനയുടെ മറ്റൊരു വിധത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണിത്. അതായത് വാക്ക് ശരീരമാക്കി മാറ്റുന്ന ഒരു വിശ്വാസിയായ മനുഷ്യനാണോ നമ്മൾ? ഈ ആഴ്ച നമ്മുടെ മുമ്പിലേക്ക് വരുത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്.
നമ്മൾ വചനം പ്രഘോഷിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നല്ല ഒരു അപ്പനായിരിക്കാം, നല്ല ഒരു അമ്മയായിരിക്കാം, ഇടവകയിലെ നല്ലൊരു വിശ്വാസിയായിരിക്കാം, പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സംഘടനാ പ്രവർത്തകനായിരിക്കാം. പക്ഷേ ദൈവത്തോടുള്ള നമ്മളുടെ സ്നേഹം, വിശ്വസ്തത നമ്മളുടെ വാക്കിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വ്യക്തിയാണോ? പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരാതെ വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസിയാണ് നമ്മളെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈ ഗെത്സമേൻ അനുഭവം നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു ക്ഷണമാണ്, മറ്റൊരു ക്രിസ്തുവാകുവാനുള്ള ക്ഷണം, വാക്ക് ശരീരമാക്കി മാറ്റുവാനുള്ള ഒരു ക്ഷണം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം മുതൽ യഹൂദ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരെന്നും നിയമത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരു ജനതയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സീനായി മലയിൽ വെച്ച് പിതാവായ ദൈവം അവർക്ക് നൽകിയത് 10 കൽപ്പനകളാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിന് ശേഷം യേശുവിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മോശയുടെ ഈ 10 കൽപ്പനകൾ കൂടാതെ 613 നിയമങ്ങളാൽ കെട്ടപ്പെട്ട ഒരു വലിയ നിയമസംഹിത അന്നത്തെ യഹൂദ ജനതയുടെ ഇടയിലുണ്ടായിരുന്നു. അതായത് പിതാവായ ദൈവം കൊടുത്ത വെറും 10 നിയമങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് അവർ ആ നിയമത്തിൽ നിന്ന് മോശയുടെ നിയമം എന്ന് പറഞ്ഞൊക്കെ കൊണ്ട് അവർ ഏകദേശം ഒരു 613 നിയമങ്ങൾ എഴുതി മാറ്റുന്നുണ്ട്. അതായത് സ്നേഹത്തെക്കാൾ ഉപരി അവർ ചിലപ്പോൾ നിയമത്തിന് പ്രാധാന്യം കൊടുത്തു കാണും. പക്ഷേ യേശു ചെയ്തത് എന്താണ്? യേശു പറയുകയാണ്, നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യങ്ങളാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു വെച്ചു, ഒന്നാമതായിട്ട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമതായിട്ട് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും. രണ്ടാമതായിട്ട് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സ്നേഹമുള്ളവരെ, തമ്പുരാനിൽ നമ്മൾ ഒരുപാട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം. പക്ഷേ രണ്ടാമതായിട്ട് തമ്പുരാൻ നമ്മളോട് പറഞ്ഞ കൽപ്പന, നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ? ഈശോ നമുക്കതിന് ഉദാത്തമായ ഒരു മാതൃക കാണിച്ചു തന്നിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയത്. മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ സ്വന്തം ശരീരരക്തങ്ങൾ പങ്കുവെച്ചിട്ട് തമ്പുരാൻ കടന്നു പോയിട്ട് നമുക്ക് നൽകിയ മാതൃക എന്ന് പറയുന്നത് നമ്മളുടെ വാക്കുകൾ നമ്മളുടെ ശരീരമാക്കി മാറ്റുവാനായിട്ടുള്ള ഒരു പ്രചോദനമല്ലേ? വായിച്ചു മറന്ന ഒരു ഇംഗ്ലീഷ് കൊട്ടേഷൻ ഇപ്രകാരമാണ് പോകുന്നത്: I am tired of words. If you love me, show me. എൻ്റെ വാക്കുകൾ കേട്ടു ഞാൻ മടുത്തു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടമാക്കുക. മാധവിക്കുട്ടിയൊക്കെ തൻ്റെ കൃതികളിൽ കുറിച്ചിട്ട ഒരു കാര്യം ഇപ്രകാരമാണ്: എനിക്ക് സ്നേഹം വേണം, ആ സ്നേഹം പ്രകടമായി തന്നെ വേണം. ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ കുഴിമാടത്തിങ്കൽ വന്ന് നിങ്ങൾ കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതുകൊണ്ട് എനിക്ക് സ്നേഹം വേണം, പ്രകടമായി തന്നെ വേണം. ഈശോ തൻ്റെ വാക്കിൽ പറഞ്ഞു വച്ച സ്നേഹം പ്രവൃത്തിയിലൂടെ പൂർത്തീകരിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയത്. ഗെത്സമേൻ അനുഭവങ്ങളിൽ രക്തം വാർത്തപ്പോഴും കുരിശിൽ നമുക്ക് വേണ്ടി പീഡനങ്ങളേറ്റ് മരിച്ചപ്പോഴുമെല്ലാം ഈ സ്നേഹം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവിടെ പൂർത്തിയാവുകയല്ലായിരുന്നു. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്താലാണ് നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ടത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വാക്കുകളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. ഈ നോമ്പ് കാലത്തും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കും. വചനം കേൾക്കുന്ന വ്യക്തിയാകാം, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകാം. പക്ഷേ നോക്കുക, നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ട്. വാക്കിലൂടെ ഒരുപാട് കേട്ടിട്ടും നല്ല കാര്യങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടും നമ്മളുടെ പ്രവൃത്തിയിൽ തമ്പുരാന്റെ മാതൃക കടന്നു വരുന്നുണ്ടോ? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. ഇതാണ് വചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മറ്റുള്ളവർക്ക് വേണ്ടി എന്നു മുതലാണോ നമ്മൾ സ്വയം വിട്ടുകൊടുക്കുവാനായിട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ സ്വയം നഷ്ടപ്പെടുത്തുവാനായിട്ട് തുടങ്ങുന്നത്, അവിടെയാണ് ഒരുവൻ അവൻ്റെ ജീവിതത്തിലെ വാക്കുകളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത്. വിക്ടർ ഹ്യൂഗോയുടെ പാപങ്ങൾ എന്ന പുസ്തകം ഈ ലോകത്തോട് പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: ഈ ലോകത്തെ വീണ്ടെടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ വീണ്ടെടുക്കേണ്ടത് നഷ്ടപ്പെട്ട സാഹോദര്യത്തെ ആയിരിക്കണം. ശേഷം അദ്ദേഹം ഇങ്ങനെ കുറിച്ചിടുകയാണ്: മെത്രാന്റെ അരമനയിൽ നിന്ന് ഒരു സ്വർണത്തിൻ്റെ തിരിക്കാൽ മോഷ്ടിക്കപ്പെടുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പോലീസ് ഇൻസ്പെക്ടർ
ഈ നഷ്ടപ്പെട്ട തിരിക്കാലക്കിയായിട്ട് കള്ളനെയും കൂട്ടി മെത്രാന്റെ അരമനയിലെത്തിയിട്ട് മെത്രാനോട് പറഞ്ഞു, ഈ സ്വർണത്തിന്റെ തിരിക്കാൽ ഈ കള്ളൻ ഇവിടുന്ന് മോഷ്ടിച്ചെടുത്തതാണ്. അപ്പോൾ മെത്രാൻ പറയുകയാണ്, ഇതിവൻ മോഷ്ടിച്ചതല്ല, ഇത് ഞാൻ ഇവന് കൊടുത്തതാണ്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് ദേഷ്യം വന്നു, കാരണം കഷ്ടപ്പെട്ട് പിടിച്ച ഒരു പ്രതിയാണ്. അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇതിവന് കൊടുക്കുവാനായിട്ട് ഇവൻ നിങ്ങളുടെ ആരാണ്? അപ്പോൾ ആ മെത്രാൻ പറയുകയാണ്, ഇവൻ എൻ്റെ സഹോദരനാണ്. സ്നേഹമുള്ളവരെ, ഗസ്തമേൻ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന തമ്പുരാന്റെ ഏറ്റവും വലിയ മാതൃകയെന്ന് പറയുന്നത് കൂടെയുള്ളവർക്ക് വേണ്ടി, നമ്മളുടെ മക്കൾക്ക് വേണ്ടി, നമ്മളുടെ കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നിടത്ത് മറ്റൊരു ഗസ്തമേൻ അനുഭവമുണ്ട്. കൂടെയുള്ളവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഇടങ്ങളിലൊക്കെ ഒരു ഗസ്തമേൻ അനുഭവമുണ്ട്. കാരണം ആ സ്നേഹമെന്ന് പറയുന്നത് വാക്കിൽ ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സ്നേഹമാണ്. അതുകൊണ്ട് ഗസ്തമേൻ അനുഭവം നമ്മളുടെ ജീവിതത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് വാക്കിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ജീവിതത്തിലെ ഗസ്തമേൻ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ദൈവഹിതം പൂർത്തിയാക്കപ്പെടേണ്ട സമയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഹിതമല്ല പൂർത്തീകരിക്കപ്പെടേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ പൂർത്തിയാക്കപ്പെടേണ്ട ഒരു ഹിതമുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ പദ്ധതിയിലേക്ക് ദൈവത്തെ നമ്മൾ ചേർത്ത് വയ്ക്കുവാനായിട്ട് ശ്രമിക്കും. നമ്മളുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ ദൈവത്തെ ചേർത്ത് വയ്ക്കുവാനായിട്ട് ശ്രമിക്കും. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കാൾ ഉപരി ദൈവ അനുഗ്രഹങ്ങളല്ലേ. പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണോ, അതോ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾക്ക് അനുഗ്രഹങ്ങൾ തരുമെന്നുള്ള ബോധ്യമാണോ? സ്നേഹമുള്ളവരെ, ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദൈവത്തോടുള്ള സ്നേഹത്താൽ, നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ച തമ്പുരാനോടുള്ള ഒരു സ്നേഹത്താലാണോ നമ്മൾ പ്രാർത്ഥനകൾ നടത്തുന്നത്? അതോ പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിന് വേണ്ട എല്ലാം ദൈവം തന്ന് എന്നെ സംരക്ഷിക്കുമെന്ന ബോധ്യമാണ്? സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ വേളകളിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള ആഗ്രഹത്താൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്കൊക്കെ കഴിയട്ടെ. ജോർജ് മത്തേസൺ എന്ന് പറഞ്ഞ ഒരു കവി ഉണ്ടായിരുന്നു. 1802 മുതൽ 1906 ഈ കാലഘട്ടത്തിൽ ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ കവിതകളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കുവാനായിട്ട് കഴിയും. ആദ്യത്തേത് പ്രണയഗീതങ്ങളാണ്, പിന്നീടുള്ളത് ഈശ്വരഭക്തി ഗാനങ്ങൾ. തൻ്റെ ജീവിതം മുഴുവൻ തൻ്റെ പ്രണയിനിക്ക് വേണ്ടി മാറ്റിവെച്ച നാടുകളിൽ ഇദ്ദേഹം എഴുതിയ കവിതകളാണ് ഈ പ്രണയഗീതങ്ങളൊക്കെയും. പിന്നീട് തൻ്റെ കണ്ണിന് അന്ധതയിലേക്ക് നയിക്കുന്ന ഒരു രോഗം പിടിപെടുന്നു. താൻ ഒരുപാട് സ്നേഹിച്ച ആ കാമുകി ഇദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോവുകയാണ്. എല്ലാം നഷ്ടപ്പെടലിലും ഇനി തനിക്ക് ബാക്കിയുള്ളത് തമ്പുരാൻ മാത്രമാണെന്ന ബോധ്യത്തിൽ നിന്ന് എഴുതിയതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈശ്വരഭക്തി ഗാനങ്ങൾ. ആദ്യത്തെ ഈശ്വരഭക്തി ഗാനത്തിൽ അദ്ദേഹം കുറിച്ചിട്ടു, ദൈവമേ, നീ എൻ്റെ പ്രണയത്തിൻ്റെ ചില്ലുടച്ചത് നിന്നിലൂടെ പൂർത്തിയാക്കേണ്ട എൻ്റെ ജീവിതത്തിലെ ദൈവിക ഹിതത്തെ തിരിച്ചറിയുവാനായിട്ട് വേണ്ടിയായിരുന്നു. സ്നേഹമുള്ളവരെ, ദൈവഹിതത്തിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുന്ന വ്യക്തിയാണോ, അതോ നമ്മളുടെ ഹിതങ്ങളിലേക്ക് ദൈവത്തെ ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ? ഒരു ചോദ്യം തന്നെയാണ്. ജീവിതത്തിൽ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് കഴിയട്ടെ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൂർത്തിയാകേണ്ട പദ്ധതികൾക്ക് വേണ്ടി ജീവിതത്തിൽ കാത്തിരിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഇടറി വീഴുന്ന അവസരങ്ങളിൽ, തെറ്റിപ്പോകുന്ന അവസരങ്ങളിൽ, വീണുപോകുന്ന നേരങ്ങളിലൊക്കെ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കേണ്ടതെന്ന ബോധ്യത്തോടുകൂടി വീണിടത്ത് നിന്നും തിരിച്ചു വരുവാനായിട്ടും, എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കേണ്ട ദൈവഹിതത്തിനായിട്ട് കാത്തിരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ ആയിട്ട് നമ്മൾക്ക് കഴിയട്ടെ. ഗസ്തമേൻ അനുഭവം നമുക്ക് നൽകുന്ന അവസാനത്തെ സന്ദേശമെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ശക്തിപ്പെടുവാനായിട്ടാണ്. കൂടെ ഉണ്ടായിരുന്നു ഒരു ശിഷ്യഗണം 3 വർഷകാലഘട്ടം. തമ്പുരാൻ്റെ വാക്കുകൾ കേട്ടതാണ്, പ്രവൃത്തികൾ കണ്ടതാണ്.
പൂർത്തീകരിക്കേണ്ട ദൈവഹിതം, ഇസ്രായേൽ പൂർത്തീകരിക്കേണ്ട ദൈവഹിതം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന മിശിഹ ഇവൻ തന്നെയാണെന്ന് പത്രോസൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പത്രോസ് പറയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം ആരും കൂടെ ഇല്ലാതെ പോകുന്നു. നിങ്ങളും ചിന്തിച്ചു നോക്കിക്കോ. നമ്മളുടെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടെ നിൽക്കുമെന്ന് കരുതിയ വ്യക്തികളൊക്കെ അകന്നുപോയ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യ സമയത്ത് നമ്മൾ പലരെയും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു ഫോൺ വിളികൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന പോലും കാണും, അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് കാണും. കാരണം നമ്മൾ കഴിഞ്ഞു പോയ ജീവിതത്തിൽ അവരെ അത്രയധികം സ്നേഹിച്ചതാണ്, അത്രയധികം ചേർത്ത് പിടിച്ചതാണ്, അവർക്ക് വേണ്ടി അത്രയധികം പ്രാർത്ഥിച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ എന്നും അവരുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ അവർ കൂടെ ഇല്ലാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളെ പരിഗണിക്കാതെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രയധികം വേദനിച്ചിട്ടുണ്ടാകാം. സ്നേഹമുള്ളവരെ, ഈശോ പോലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. തമ്പുരാൻ പോലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. സ്നേഹിതരായി 3 വർഷം കൂടെ ചേർത്ത് പിടിച്ചവരൊക്കെ ജീവിതത്തിൽ അകന്നുപോയ ഒരു നിമിഷം, ആ ഒറ്റപ്പെടലിൻ്റെ നിമിഷം യേശു എങ്ങനെയാണ് ശക്തിപ്പെട്ടത്? തീവ്രമായ പ്രാർത്ഥനയാൽ തമ്പുരാനുമായിട്ടുള്ള ഒരു ഗാഢബന്ധം അതൊരിക്കലും നഷ്ടപ്പെടാതെ ചേർത്ത് നിർത്തുമ്പോൾ, പിന്നീട് നമ്മൾ വചനത്തിൽ വായിച്ചു വയ്ക്കുകയാണ്, മാലാഹമാര് ശക്തിപ്പെടുത്തുന്നതായിട്ടും അടുത്തു വന്ന് അവനെ പരിചരിക്കുന്നതൊക്കെ ആയിട്ടും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഒറ്റപ്പെടലിൽ കൂടെയുള്ളത് തമ്പുരാൻ മാത്രമാണ്. ജീവിതത്തിൽ വേദനയിൽ, സങ്കടങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ നമ്മുടെ കൂടെ ഉള്ളത് ദൈവം മാത്രമാണെന്ന ബോധ്യം അത് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിലെ നമ്മളുടെ വളർച്ചയോ ഉയർച്ചയോ നമ്മളുടെ സുഹൃത്തുക്കളുടെ എണ്ണമോ പെരുമയോ ഒന്നും കണ്ട് നമുക്കതിൽ അഹങ്കരിക്കുവാനായിട്ടൊരു വഴിയുമില്ല. കാരണം ഒറ്റപ്പെടലിൻ്റെ ദിനങ്ങൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇനി കടന്നു വരാനിരിക്കുന്നതേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിതത്തിൽ എന്നും മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ഈ നോമ്പുകാലത്തൊന്ന് പരിശ്രമിക്കാം. മനുഷ്യരിൽ നമുക്ക് പ്രത്യാശ വയ്ക്കുവാനായിട്ടൊന്നുമില്ല. ഒരു മനുഷ്യനിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ടും പ്രത്യാശ വയ്ക്കുവാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് പ്രത്യാശ വയ്ക്കുവാനായിട്ട് കഴിയുന്നത് സ്വർഗത്തിൽ മാത്രമാണ്. ദൈവത്തിങ്കൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും പ്രത്യാശ വയ്ക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടല്ലേ വചനത്തിലൊക്കെ തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ വചനമൊക്കെ നമ്മളെ ഒരുപാട് ശക്തിപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ തമ്പുരാനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന വ്യക്തിയായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. മനുഷ്യരിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യയിലേക്ക് മുതിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, പ്രത്യാശ നഷ്ടപ്പെട്ട് ഡിപ്രഷനിലേക്കും നീണ്ട നിരാശയിലേക്കുമൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, ഈ നോമ്പുകാലം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വചനം കേൾക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ ഒരു വലിയ പ്രത്യാശ നൽകുന്നുണ്ട്. ഒറ്റപ്പെടലിൽ സ്നേഹമുള്ള സഹോദര സഹോദരി, നീ ഒറ്റയ്ക്കല്ല, തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ടെന്ന വചനത്തിൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. നോമ്പുകാലം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിട്ട് മാറട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.